ഹലോ, വെൽക്കം ബാക്ക് ടു ബ്യൂട്ടി ലോഞ്ച്. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു മേക്കപ്പ് ട്യൂട്ടോറിയലാട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ ലിപ്പ് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നിവ്യയുടെ ഒരു ലിപ് ബാമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി എൻ്റെ ഫേസ് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ശേഷം ഞാനൊരു പ്രൈമർ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഒരു ഡൂയി ഫിനിഷുള്ള ഒരു പ്രൈമറാണ് ഞാൻ എടുത്തത്. എന്നിട്ട് എൻ്റെ ഹയസ്റ്റ് പോയിൻറ്റ്സിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ, നല്ലൊരു ഡൂയി ലുക്ക് കിട്ടാനായിട്ട് അടിപൊളിയായിട്ടുള്ളൊരു പ്രൈമറാണിത്. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് ഹയസ്റ്റ് പോയിൻറ്റ്സിലൊക്കെ അപ്ലൈ ചെയ്തു. അതിനുശേഷം എൻ്റെ കയ്യിലുള്ള ഒരു ഫൗണ്ടേഷൻ എടുത്തിട്ട് ഈവനായിട്ട് എൻ്റെ ഫേസിൽ മൊത്തം ഡോട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒരു വെറ്റായിട്ടുള്ളൊരു ബ്യൂട്ടി ബ്ലെൻഡർ എടുത്തിട്ട് ഞാൻ നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ പ്രോസസ്സ് ഏറ്റവും കൂടുതൽ ടൈം എടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല ഫിനിഷിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. എന്നാലേ നമുക്ക് നല്ല സ്മൂത്തായിട്ടുള്ളൊരു ഫിനിഷിങ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ബാക്കി വന്നതൊക്കെ എൻ്റെ നെക്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാനൊരു കൺസീലർ എടുത്തിട്ട് എൻ്റെ ഐലിഡ്സിൻ്റെ മുകളിലും അതേപോലെ തന്നെ ഹയസ്റ്റ് പോയിൻറ്റ്സിലൊക്കെ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. വളരെ കുറച്ച് മാത്രമാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസീലർ യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഐലിഡിൻ്റെ മുകളിൽ യൂസ് ചെയ്യാൻ കാര്യം നമ്മൾ ഐ ഷാഡോ അപ്ലൈ ചെയ്യുമ്പോൾ നന്നായിട്ട് നല്ലൊരു ബേസിന് വേണ്ടിയിട്ടാണ് ഞാൻ കൺസീലർ ഐലിഡിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്തത്. അപ്പോൾ നന്നായിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം ഞാൻ എൻ്റെ ബ്രൗസ് ഫില്ല് ചെയ്യുകയാണ്. അതിനായിട്ട് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഒരു ബ്രൗ കിറ്റാണ് കേട്ടോ എടുത്തത്. നല്ല അടിപൊളി കിഡിലനായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണത്. ഞാൻ ബ്രൗ പെൻസിൽ മാത്രമാണ് ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഇത് യൂസ് ചെയ്ത് നോക്കിയത്. സംഭവം നല്ല സൂപ്പറാണ്. നല്ല എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒപ്പം സ്പൂലിയും കൂടി ഉള്ളതുകൊണ്ട് നല്ല സിമ്പിളായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എൻ്റെ 2 ബ്രൗസും ഞാൻ ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഈ ഒരു ട്രാൻസിഷൻ ഷെയ്ഡ് എടുത്തിട്ട് എൻ്റെ ഐലൈറ്റിൽ ഫുൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മളൊരു കൺസീലർ യൂസ് ചെയ്തല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഐ ഷാഡോ യൂസ് ചെയ്യുകയാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്താണെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനൊരു ബ്രൗൺ സ്മോക്കി ഐ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനായിട്ടൊരു ഡാർക്ക് ബ്രൗൺ കളറിലെ ഐ ഷാഡോ എടുത്തിട്ട് എൻ്റെ ഐലിഡിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഫുൾ ഐലിഡിൽ ഞാൻ അപ്ലൈ ചെയ്യാണ്. എൻ്റെ വിരലുകൊണ്ട് തന്നെയാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ബ്രഷ് ഒന്നും തന്നെ എടുക്കുന്നില്ല. എന്നിട്ട് 2 ഐലിഡിലും ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ളൊരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് നമ്മുടെ കൺപീലിയോട് ചേർന്ന് നമ്മൾ ഐലൈനർ എഴുതുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അവിടെ നന്നായിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല ഡാർക്കാക്കി തന്നെ ഞാൻ സ്മഡ്ജ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാലേ നമുക്കൊരു സ്മോക്കി ആയി കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന് ശേഷം ഞാൻ എൻ്റെ വാട്ടർ ലൈനിൽ ഒരു ബ്ലാക്ക് കാജൽ അപ്ലൈ ചെയ്യാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബ്രൗൺ കളറിലെ കാജൽ അപ്ലൈ ചെയ്യാം. അതില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ ഒരു ബ്ലാക്ക് കളറിലെ കാജൽ അപ്ലൈ ചെയ്യാം. ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ ലോവർ ലാഷ് ലൈനിൽ ഔട്ടർ കോർണറിലും കൂടെ കുറച്ചൊന്ന് അപ്ലൈ ചെയ്യാണ്. എന്നിട്ട് കുറച്ചും കൂടി ഒരു സ്മോക്കി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ക്യൂട്ടിപ്പിൽ കുറച്ച് ബ്രൗൺ കളറിൽ ഐ ഷാഡോ വെച്ചിട്ട് നമ്മുടെ ലോവർ ലാഷ് ലൈനിൽ നമുക്കൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. അപ്പം നന്നായിട്ട് നല്ലൊരു സ്മോക്കി ലുക്ക് തന്നെ കിട്ടും. ഇപ്പം ഞാനത് ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒരു ബ്ലാക്ക് കാജൽ മാത്രമേ അപ്ലൈ ചെയ്തുള്ളൂ. അതിനുശേഷം ഞാനൊരു മസ്കാര അപ്ലൈ ചെയ്യാണ്. ഒരു 2 to 3 കോട്ട്സ് ഓഫ് മസ്കാര ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ എൻ്റെ നോസ് ഒന്ന് കോണ്ടോർ ചെയ്യാൻ വേണ്ടിയിട്ട് പർപ്പിളിൻ്റെ ഒരു കോണ്ടോർ സ്റ്റിക്ക് യൂസ് ചെയ്യുകയാണ്. അപ്പോൾ നോസ് ഒന്ന് ഇലോങ്ങേറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നന്നായിട്ടൊന്ന് കോണ്ടോർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നോസ് കോണ്ടോർ ചെയ്യാനായിട്ട്. വേറെ എങ്ങും ഞാൻ കോണ്ടോർ ചെയ്യാറില്ല. എങ്കിലും നോസ് ഞാൻ കോണ്ടോർ ചെയ്യാതെ ഞാൻ സ്കിപ്പ് ചെയ്യാറേ ഇല്ല. അപ്പോൾ അടുത്തായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് നിക്സിൻ്റെ സോഫ്റ്റ് മാറ്റ് ലിപ് ക്രീം റേഞ്ചിലുള്ള ഒരു ലിപ് ക്രീമാണ്. നല്ല അടിപൊളി ഒരു ന്യൂഡായിട്ടുള്ള ഒരു പിങ്കിഷ് ന്യൂഡ് ഷെയ്ഡാണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണതും. എന്നിട്ട് ലാസ്റ്റായിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുത്ത സെയിം പ്രൈമർ തന്നെയാണ് ഇപ്പോഴും എടുക്കുന്നത്. ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹയസ്റ്റ് പോയിൻറ്റ്സിലൊക്കെ ജസ്റ്റ് ഒരു 1 to 2 ഡ്രോപ്സ് നമ്മൾ തൊട്ട് കൊടുത്തിട്ട് അതൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, നല്ലൊരു ഹൈലൈറ്ററും കൂടെ ആണത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രൈമർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മൾട്ടിപർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാം. ഞാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുറത്തെവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യില്ലല്ലോ. നമ്മൾ പുറത്ത് പോകുമ്പോൾ നോർമൽ ലുക്കിലല്ലേ പോവുക. ജസ്റ്റ് ഈ പ്രൈമറും ഒരു ലിപ്സ്റ്റിക്കും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ കിടുക്കാച്ചിയാണ്. വേറെ ഒന്നുമില്ലെങ്കിലും സൂപ്പറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഞാൻ ഇനിയും പർച്ചേസ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ പ്രൈമർ. അപ്പോൾ അത്രേ ഉള്ളൂ ഗായ്സ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ ഒരു ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. നമ്മൾ കുറച്ച് നാളായി വീഡിയോസൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്തിട്ട്, അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ഉഷാറായിട്ട് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ കാണാം. ടിൽ ദെൻ സ്റ്റേ പോസിറ്റീവ് ആൻഡ് ബി ഹാപ്പി. ബൈ.